ശബരിമലയിൽ അനുമോദിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് വലിയ തിരക്കായിരുന്നു. അത് ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ അനുമോദ് എത്തിയിട്ട് കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? രാവിലെ എങ്ങനെയാണ്? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അനുമോദ്? എൽദോ, നമ്മളിപ്പോൾ സന്നിധാനത്ത് രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. 74,000-നടുത്ത് അയ്യപ്പന്മാർ മാത്രമാണ് ഇന്നലെ 18-ാം പടി കയറിയിട്ടുള്ളത്. വലിയ തടസ്സമില്ലാതെ എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 18-ാം പടിയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. എവിടെയും ഭക്തർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 2-3 മണിക്കൂർ കൊണ്ടൊക്കെ സാധാരണ പോലെ നടന്നെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ എല്ലാ ദിവസവും 90,000-ന് മുകളിൽ ഓൺലൈൻ ബുക്കിംഗ്, വിർച്വൽ ക്യൂ ബുക്കിംഗ് വരുന്നുണ്ടെങ്കിലും അതിൽ 10,000-ഓളം 10,000-ലധികം പേർ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗിൽ കൂടുതൽ 10,000-ന് മുകളിൽ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അയ്യപ്പന്മാർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. 18-ാം പടിയിലൂടെ ഇപ്പോൾ ആളുകളെ തിരക്കിട്ട് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യവുമില്ല. ആളുകൾക്ക് 18 പടികളും തൊട്ട് തൊഴുത് കയറി വരാവുന്ന തരത്തിലേക്കുള്ള ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോഴുള്ളത്. പുതിയ പോലീസ് സേനാംഗങ്ങളും ആണ് ഇവിടെ ചാർജ് എടുത്തിട്ടുള്ളത്. പക്ഷേ 18-ാം പടിയിലെ വേഗത, 18-ാം പടിയിലൂടെ ആളുകളെ കയറ്റിയതിന്റെ എണ്ണം ഇപ്പോൾ നമ്മൾ വലിയ വിഷയമുള്ള കാര്യമല്ല. കാരണം തിരക്ക് നിയന്ത്രണ വിധേയമാവുമ്പോൾ പതുക്കെ കയറ്റിയാലും അവർക്ക് 18 പടികളും തൊട്ട് തൊഴുത് അവരുടെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് ദർശനം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിലെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുള്ള തിരക്ക്. ആളുകൾക്ക് ദർശനത്തിന് ഏറെ സമയം കാത്തു നിൽക്കാതെ ഇവിടേക്ക് എത്താൻ കഴിയും. 1ഉം 2ഉം തവണയൊക്കെ ദർശനം നടത്തി മടങ്ങാൻ കഴിയും. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ഈ അയ്യപ്പന്മാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെയില്ല. അന്തരീക്ഷവും തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, പക്ഷേ 12-ാം പടിക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ ധാരാളമായിട്ടുള്ള അയ്യപ്പന്മാർ ഈ 12 ദിവസത്തിന് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുക. അപ്പോൾ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് മണ്ഡലകാലം 1-ാം തീയതി മാലയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇനി മല കയറുന്ന സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ വരും ദിവസങ്ങളിൽ ഒരു തിരക്ക് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലുണ്ട്. നിലവിൽ അയ്യപ്പന്മാർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. ശരി അനുമോദ്, എന്തായാലും ശബരിമലയിൽ നല്ല തിരക്കുണ്ട്. സ്പോട്ട് ബുക്കിംഗും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദാണ് അവിടെ ചേർന്നത്. ആർക്കും ഈ ദർശനം സാധ്യമല്ലാതെ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതായിരുന്നു ഈ മണ്ഡലകാലത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നും. അപ്പോൾ അനുമോദ് അവിടെ തുടരുകയും ചെയ്യും ശബരിമലയിൽ നിന്ന്.